Hi friends, എല്ലാവർക്കും എൻ്റെ കുക്കറി ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. പരിപ്പോടെയും മുറുക്കും ഒക്കെ ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യാത്തവർ കുറച്ച് പേരൊക്കെ അതൊക്കെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് എഴുതിയിരുന്നു. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. വളരെ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് ഇന്ന് ഞാൻ ഇട്ടിരുന്നത്. ഇനി നമുക്കിവിടെ ഒരു സ്വീറ്റ് ഡിഷ് ആയാലോ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. പശയൊന്നുമില്ലാത്ത നല്ല സൈസ് അരി. ഇത് ഞാനൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് അരയ്ക്കാനായിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഈ ശർക്കര വേണ്ടിയത് 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഈ 1/2 കിലോ അരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ 300 ഗ്രാം ശർക്കര ഞാൻ ശർക്കരപ്പാനി ആക്കിയിട്ട് ആ വെള്ളം വെച്ചാണ് ഈ അരി അരയ്ക്കാൻ പോണത്. അതിന് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ശർക്കരയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ അരി അരയ്ക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് അരി അരയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. ശർക്കര നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് പാനി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ആ തണുത്ത വെള്ളം വെച്ചാണ് നമുക്ക് ഈ അരി അരയ്ക്കേണ്ടത്. ശർക്കരപ്പാനി ഇപ്പോൾ ഇവിടെ തണുത്ത് തയ്യാറായിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തു. ശർക്കരപ്പാനി എപ്പോഴും അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. ഈ ശർക്കരപ്പാനി വെച്ചാണ് അരി അരയ്ക്കേണ്ടത്. അരി അരയ്ക്കുമ്പോൾ അരി അരച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ ഈ 2 പഴം പാളയക്കുടപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പഴമാണ് നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് ചേർക്കുന്നത്. ഇതും ഈ അരിയുടെ ഒപ്പം നമ്മൾ അരി ഒന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ അരിയുടെ ഒപ്പം നമ്മളത് പിന്നെ അരച്ചെടുക്കും. അരി നന്നായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിയോട് കൂടി വേണം നമുക്കിത് അരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ച് പഴമൊക്കെ ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൽ അരയാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പാകത്തിലേ ആവാൻ പാടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ജീരകം, ഒരു 6-7 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇതെല്ലാം കൂടി പൊടിച്ച് ചേർക്കാം. ഇത് എളുപ്പത്തിൽ പൊടിയാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇടാം അതിനകത്ത്.
അരിപ്പൊടി ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കുന്ന ടൈം മാത്രമേ കൂടുതലായിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷേ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ.